الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, കരുണാമയനായ പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു ഇരു ലോക വിജയികളുടെ കൂട്ടത്തിലാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൻ്റെ 5 ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഐഹിക ജീവിതത്തിലെ 5 ഘട്ടങ്ങളെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. അതിൽ 5 ഘട്ടങ്ങൾ അവസാനിക്കുമ്പോൾ പിന്നെ നമുക്ക് സംഭവിക്കുന്ന ഒരു വേർപാട്, ഒരു മരണം. അതാണ് നമ്മുടെ പരലോക യാത്രയുടെ തുടക്കം. എന്നോ വരാൻ പോകുന്ന ഒരു ഖിയാമത്ത് നാൾ എന്ന ഒരു ധാരണ പലപ്പോഴും നമുക്കുണ്ട്. നമ്മുടെ ഖിയാമം ഒരുപക്ഷെ അടുത്ത നിമിഷമായേക്കാം, നമുക്കതറിഞ്ഞുകൂടാ. കാൽപാദങ്ങൾ, കാലിൻ്റെ വിരലുകൾ, കാലിൻ്റെ ചെരുപ്പടയാളങ്ങൾ എത്രമേൽ നമ്മളോടടുത്തു പോകും, അതിനേക്കാൾ മരണം നമ്മളോടടുത്ത് കിടക്കുന്നു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശ്രദ്ധേയമാണ്. നമ്മളറിയാതെ നമ്മുടെ ചുറ്റും വട്ടമിട്ട് കറങ്ങുന്ന, പറക്കുന്ന ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. ഖബർ ജീവിതം എന്ന് പറയുന്നത് പരലോകത്തിൻ്റെ തുടക്കവുമാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് തൊട്ടടുത്തൊരു ദിവസം നീണ്ടകാലം ജീവിതത്തിൻ്റെ പങ്കാളി വിട പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. സ്വപ്നങ്ങളും സങ്കല്പങ്ങളും പ്രതീക്ഷകളും പുലരുവോളം കഥ പറഞ്ഞ് തീരാത്ത ജീവിതത്തിൻ്റെ ഓർമ്മകളും ഇനിയും കാണുന്ന പുതിയ പുതിയ കിനാവുകളും. വാർദ്ധക്യമാണെങ്കിൽ പോലും ഖുർആൻ്റെ ഒരു വാക്കുണ്ടല്ലോ, മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അള്ളാഹു നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാക്കി എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പ് പറയുന്നത് നിങ്ങൾക്ക് കരുണയുണ്ടാക്കി എന്നാണ്. ദാമ്പത്യത്തിലെ കാരുണ്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സായം സന്ധ്യയിലെ സ്നേഹമാണ്, വാർദ്ധക്യമാണ്. സഹധർമ്മിണി മരിച്ച് മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച്
ഓർമ്മകളാണല്ലോ മരണം എന്ന് പറയുമ്പോൾ. ഒരാളെ മരിച്ചാൽ അതനുഭവിച്ചവർക്കറിയാം, അയാളുടെ കണ്ട ആദ്യത്തെ ദിവസം മുതൽ ഓർമ്മകൾ കടന്നു വരും. ഓർമ്മ മനുഷ്യൻ്റെ ഒരു അനുഗ്രഹമാണ്, അതവൻ്റെ ഒരു വിതുമ്പലുമാണ്, അതവനെ അവനാക്കുന്ന ചില പ്രതിഭാസങ്ങളുമാണ്. ജീവിത പങ്കാളിക്ക് വേർപാട് നൽകണം, യാത്രയപ്പ് നൽകണം. മയ്യത്ത് നമസ്കാരത്തിന് ഇനി ആരെങ്കിലും കയറാനുണ്ടോ എന്ന് അവസാനത്തെ ഒരാൾ ചോദിക്കുമല്ലോ. എല്ലാം റെഡിയായി, ഇനി തുടങ്ങുകയാണ്. പക്ഷേ കൈകെട്ടാൻ ശ്രമിച്ചവൻ കുഴയുന്നു. അയാളെ ചുമന്നു കൊണ്ടുപോകുന്നു. അടുത്ത നിമിഷം ആളുകൾ അറിയുന്നത് അയാളുടെയും മരണം സംഭവിച്ചു എന്നാണ്. ഒരു വീട്ടിൽ നിന്ന് രാവിലെ ഒരു ഖബറ് പാകപ്പെടുമ്പോഴേക്ക്, സായം സന്ധ്യയാകുമ്പോഴേക്കും, മഗ്‌രിബിൻ്റെ ബാങ്ക് മുഴങ്ങുന്നതിന് മുമ്പ് രണ്ടാമത് ഒരു ഖബറും അടുത്തടുത്ത് രൂപാന്തരപ്പെടുന്നു. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊരു ദൃഷ്ടാന്തമാണ്. മനുഷ്യന് എന്തൊക്കെ പറഞ്ഞാലും ഖുലിഖൽ ഇൻസാനു ദഈഫ, എത്ര ദുർബലനാണ് മനുഷ്യൻ. പലതും തോന്നും നമുക്ക് നമ്മളെന്തൊക്കെയോ ആണ് എന്ന്. പക്ഷെ മനുഷ്യൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത് ചില സംഭവങ്ങളിലൂടെ മനുഷ്യനെ ഏറെ ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആൻ ഖബർ എന്ന പദം 5 സ്ഥലത്താണ് പ്രയോഗിച്ചിട്ടുള്ളത് പോലും. 5ഉം പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ അത് പ്രയോഗിച്ച് കാണുന്നു. വഅന്ന സ്സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഖബറുകളിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഹജ്ജിൻ്റെ 7-ാമത്തെ ആയത്ത്. ഫാത്തിറിലെ 22-ാമത്തെ ആയത്തിലും പറയുന്നത് വമാ അൻത ബിമുസ്മിഇൻ ഫിൽ ഖുബൂർ. ഖബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ നബിയെ നിങ്ങളെ കൊണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അനുസരണയില്ലാത്ത ആളുകളെ പറ്റി ഖുർആൻ പറഞ്ഞു. മരിച്ചവരും ജീവിപ്പിച്ചവരും ഒരുപോലെയാണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹിനോട് പറയാണ്, എന്ത് പറഞ്ഞാലും തിരിഞ്ഞു പോകുന്ന ആളുകൾ, എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ആളുകൾ. ഇത് ലോകത്തിൻ്റെ ഒരു ചരിത്രമാണ്. 9.5 നൂറ്റാണ്ട് പ്രബോധനം ചെയ്തിട്ട് വിരലിലുണ്ടാവുന്ന ആളുകളെ കിട്ടിയ നൂഹ് നബിയുടെ കഥ പറയുന്ന ഖുർആനല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. മനുഷ്യൻ്റെ ഉള്ളിലേക്കൊരു കാര്യം കയറണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. ധിക്കാരവും അഹങ്കാരവും ജീവിതത്തിന് കൈമുതലായി വന്നാൽ പിന്നെ ഒരു നിവൃത്തിയുമില്ലല്ലോ. ഖുർആൻ അതിങ്ങനെ പറയുന്നു. പിന്നെ മുംതഹിന സൂറത്തിൽ കാണാം, ഖദ് യഇസൂ മിനൽ ആഖിറ കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. അവിശ്വാസികൾ നിന്ന് നിരാശപ്പെട്ടോ, ഖബറിൻ്റെ ഉള്ളിലുള്ളവരെ കുറിച്ച് അവർ നിരാശപ്പെട്ട പോലെ എന്ന് പറഞ്ഞാൽ ഇനി അവർ തിരിച്ചു വരൂല, ദുനിയാവിൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഉള്ളൊരാശയം അവിടെ പറയുന്നു. അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ. ഖബറിൻ്റെ ഉള്ളിലുള്ളത് പുറത്തിടുന്ന ദിവസമാണ്. ആദിയാത്ത് സൂറത്തിൽ 5ഓളം സ്ഥലങ്ങളിൽ ഖുർആൻ അങ്ങനെ ഖബറിനെ കുറിച്ച് പറയുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരം, 5 വല്ലാത്തൊരു ബന്ധമാണ്. ജീവിതത്തിൻ്റെ 5 ഘട്ടങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ 5. അങ്ങനെ വല്ലാതെ അങ്ങനെ പറയുമ്പോൾ പല സംഗതികളും അങ്ങനെ കടന്നു പോകും. മനുഷ്യൻ്റെ കിട്ടുന്ന ജ്ഞാനങ്ങളുടെ അറിവ്, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. 5 തരത്തിൽ നമുക്ക് ലഭ്യമാകുന്ന അറിവുകൾ. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ്റെ പരലോകയാത്രയുടെ തുടക്കം എന്ന് പറയുന്നത് അവൻ്റെ ഖബർ ജീവിതമാണ്. ഖുർആൻ അത് കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നു. ജീവിതത്തിലെ കഴിഞ്ഞ 5 ഘട്ടങ്ങളെ പറഞ്ഞല്ലോ. ഓരോ ഘട്ടത്തുമ്പോഴും കഴിഞ്ഞ ഘട്ടത്തെ നമ്മൾ തള്ളിപ്പറഞ്ഞു. യുവാവായപ്പോൾ കൗമാരത്തെയും ബാല്യത്തെയും തള്ളിയ പോലെ, മധ്യവയസ്കനായപ്പോൾ ജീവിതത്തിൻ്റെ കഴിഞ്ഞ 3 ഘട്ടങ്ങളിൽ ചെയ്തത് ശരിയല്ലെന്ന് മനസ്സ് മന്ത്രിച്ചതുപോലെ, വാർദ്ധക്യത്തിൻ്റെ രോഗാതുരമായ അവസ്ഥയിൽ ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ 4 ഘട്ടങ്ങളെയും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിട്ടിട്ട് അവൻ തിരുത്തിയതുപോലെ മലക്കുൽ മൗത്ത് കടന്നു വരുന്നു, മരണം ഉറപ്പിക്കുന്നു, ജീവിതത്തിൽ നിന്ന് അസ്തമാനം കുറിക്കപ്പെടുന്നു. അങ്ങനത്തെ ഒരു നേരം നമുക്കറിയൂല അതെന്താന്ന്. ഖുർആൻ തന്നെ പറയണം, അല്ലാഹ് തന്നെ പറയണം, ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്. അവൻ്റെ മരണം അവൻ്റെ അടുത്ത് വന്നപ്പോൾ ഖാല, അവൻ പറഞ്ഞു,
റബ്ബിർജിഊൻ, അല്ലാഹ് ഒന്ന് മടക്കുമോ, കുറച്ച് നേരം കൂടി എനിക്ക് വേണമെന്നാണ്. ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു, എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കുറേ വീഴ്ചകൾ വരുത്തിയവൻ, അതുകൊണ്ട് അതൊന്ന് തിരുത്തണം, എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം. ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു. അല്ലാഹ് പറയുന്ന വാക്കെന്താണെന്നറിയോ? കല്ലാ, അത് വേണ്ട. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് പറയുന്നവർ പറയുന്നൊരു വാക്ക് മാത്രമാണ്. എല്ലാവരും അത് പറഞ്ഞു എന്നാണ്. ലോകത്ത് വന്നു പോയവരൊക്കെ അത് പറയാം. മരണം കൊതിച്ചിട്ട് മരിക്കുന്നവൻ പോലും അത് പറയും. ഒന്ന് മടക്കിയിരുന്നെങ്കിൽ റബ്ബേ, ഇത് ഇത്ര ഭീകരമാണെന്ന് ഞാൻ അറിയുന്നില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞായിരുന്നു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, അവരുടെ ജീവിതം ഇനി ബർസഖിലാണ്, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ. അതാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത്. അവിടെ വിശ്വാസിക്ക് രക്ഷയുണ്ട്, അവിശ്വാസിക്ക് അവിടെ ശിക്ഷയുമുണ്ട്. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. റസൂലുള്ളാഹി എപ്പോഴും ദുആ ചെയ്യുന്നൊരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. അല്ലാഹുവേ, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും, അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും എന്നെ കാക്കണം. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കുന്നതും ഈ നബിയാണെന്നും പറയുന്ന ആ നബി സമുദായത്തെ പഠിപ്പിച്ച ദുആ അത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാകും. കാരണം സുഖങ്ങളുടെ ലോകത്ത് നിന്ന്, സൗകര്യങ്ങളുടെ ലോകത്ത് നിന്ന് പെട്ടെന്ന് പോകുന്ന ഒരൊറ്റ ദിവസം, ഒറ്റ മണിക്കൂർ, ഒറ്റ മിനിറ്റ് ആളുകൾ പറഞ്ഞു പോകും, പേര് പോലും ഇനി ഉച്ചരിക്കൂല. പെട്ടെന്ന് മയ്യത്തെന്ന നാമത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറി. ഭൂമിയിൽ വിളിച്ചു പരിചയപ്പെടുത്തിയിരുന്ന മനോഹരമായ പേരുകൾ, അതൊന്നും ഇനി അയാളെക്കുറിച്ച് പറയാനില്ല. അയാൾ ഒറ്റ വാക്കിൽ ഒതുങ്ങി. അതാണ് മയ്യത്ത്. വല്ലാത്തൊരു അത്ഭുതമാണ്. റസൂലിനോട് ഖുർആൻ പറഞ്ഞൊരു വാക്കാണ്, ഇന്നക മയ്യത്തുൻ വ ഇന്നഹും മയ്യത്തൂൻ. നബിയെ, നിങ്ങൾ മയ്യത്താണ്, മരിക്കാൻ പോവുകയാണ്. വ ഇന്നഹും മയ്യത്തൂൻ, അവരും മരിക്കുന്നവരാണ്. അതുകൊണ്ട് വിഷമം വേണ്ട, പ്രയാസം വേണ്ട. അവര് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിൽ ദുഃഖം വേണ്ട. ഒരു നാളിൽ ഇവിടെ നിന്ന് പടിയിറങ്ങാനുള്ളവരാണ്. അല്ലേ? എന്തെല്ലാം സൗകര്യങ്ങൾ, അഭിരുചികൾ, താല്പര്യങ്ങൾ, വേഷങ്ങൾ, വേഷവിധാനങ്ങൾ, ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഇനി ഒരു ഇഷ്ടമല്ല അയാൾക്ക്. അയാൾ പോവുക. ഏറ്റവും വില കുറഞ്ഞ, മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ തുണി, അതായി മയ്യത്തൻ തുണി എന്ന് പറയുന്ന തുണി. എത്ര പണമുള്ളവനും മരിക്കുമ്പോൾ പൊതിയാനുള്ളത് ആ തുണിയാണ്. ആണാണെങ്കിൽ 3 കഷ്ണം, പെണ്ണാണെങ്കിൽ 5 കഷ്ണം. നസ്വീബൂക മിമ്മാ തജ്മഉ ദഹ്റു കുല്ലുഹു ഇദാ ഹാല തദ്ഉ ഫീഹി മാ വഹനുതു. കാലം മുഴുവൻ ഓടി നടന്നിട്ട് ഒരുപാട് ഉണ്ടാക്കിയതാണ്. പക്ഷേ കൊണ്ടുപോകുമ്പോൾ കുറച്ച് തുണിക്കഷ്ണങ്ങളും കുറച്ച് ആരൊക്കെയോ ദ്വാരങ്ങളിൽ വെച്ച് തന്ന കുറച്ച് പഞ്ഞിയുമല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന വലിയൊരു തത്വമാണത്. ഖറജ്നാ മഅൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ നബിയോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഫീ ജനാസ, ഒരു മയ്യത്തുമായിട്ട് ഞങ്ങൾ പോയി. റജുലിൻ മിനൽ അൻസാർ, അയാൾ അൻസാരികളിൽപ്പെട്ട ഒരാളുടെ മയ്യത്താണ്. അതുമായിട്ട് ഞങ്ങൾ ഖബറടക്കാൻ വേണ്ടി പോയി. ഞങ്ങളെ കൂടെ നബിയുണ്ട്. പക്ഷേ ഫന്തഹൈനാ ഇലൽ ഖബർ വലം യുൽഹിദ്, ഞങ്ങൾ ഖബറിൻ്റെ അടുത്തെത്തി. പക്ഷേ വലം യുൽഹിദ്, അതിൻ്റെ പണി തീർന്നിട്ടില്ല. അപ്പോഴും ആളുകൾ അതിൻ്റെ പണി ഇങ്ങനെ നടത്തുകയാണ്. പണി തീരാഞ്ഞ് കുറേ നേരം. ഫജലസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അവിടെ ഇരുന്നു. വജലസ്നാ ഹൗലഹു, ഞങ്ങളും നബിയുടെ ചുറ്റും ഇരുന്നു. കഅന്ന അലാ റൂസിനാ അത്വയ്ർ, ഞങ്ങളുടെ തലയിൽ
പക്ഷികൾ വന്നിരുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും ശ്രദ്ധിച്ചിരിക്കുക, തല ഇളക്കാതെ ഞങ്ങൾ ഇരുന്നു. നബി എന്താ പറയണെന്ന് നോക്കിയിട്ട്. വഫീ യദിഹി യഊദുൻ, നബിയുടെ കയ്യിൽ ഒരു മരക്കഷ്ണം, ഒരു വടിക്കഷ്ണം. യസ്കുനു ബിഹി ഫിൽ അർള്, അത് ഭൂമിയിൽ നബി ഇങ്ങനെ യൻകുതു ബിഹിൽ അർള്, അതിങ്ങനെ കുത്തിപ്പിടിച്ചിട്ടുണ്ട് നബി. ഫറഫഅ റഅസഹു, അങ്ങനെ നബി തല ഉയർത്തി. എന്നിട്ട് ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തണം. മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്. മറത്തൈനി, 2 തവണയാണ് നബി പറഞ്ഞത്. ഔ സലാസ, അതോ 3 തവണ പറഞ്ഞു എന്ന് തോന്നുന്നു. സഹാബത്ത് റിപ്പോർട്ട് ഈ അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഈ സംഭവം നമുക്കിങ്ങനെ കാണാൻ പറ്റും. പറഞ്ഞു വന്നത് ഖബർ ഭീകരമാണ്, അതൊരു പാഠമാണ്, അതൊരത്ഭുതമാണ്. മീസാൻ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, നമ്മൾ മീസാൻ കല്ല് എന്നിങ്ങനെ പറയും. എന്താ ഈ മീസാൻ? അതിൻ്റെ അറബ് പദം പഠിക്കുമ്പോൾ അത്ഭുതം തോന്നും. തമ്മീസ് എന്നൊരു പദമുണ്ട് അറബിയിൽ, വേർതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. തമ്മീസ്, തമ്മീസാനി, വേർതിരിക്കുന്ന 2 കല്ലുകൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭാഷ അതാ പഠിപ്പിക്കുന്നത്, തമ്മീസാനി. കാരണം ഇതൊരു ഖബറാണ്, ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ കിടക്കുന്നുണ്ട്. വെറുതെ അങ്ങനെ മണ്ണ് കൂട്ടിയിട്ടല്ല, ഇതിൻ്റെ ഉള്ളിലൊരു സ്വപ്നം ഉറങ്ങുന്നു, ഒരു വികാരം അസ്തമിച്ചിട്ടുണ്ട്, ഒരു കുടുംബനാഥൻ ഇവിടെ കിടക്കുന്നുണ്ട്, ജീവിതത്തിൻ്റെ ഒരു വസന്തം ഇവിടെ അന്തി ഉറങ്ങുന്നുണ്ട്. അതാണ് തമ്മീസാനി. അങ്ങനെ അത് ലോപിച്ചപ്പോൾ അത് തമ്മീസാനി എന്നൊക്കെ പറയാനുള്ളൊരു ബുദ്ധിമുട്ട്, അത് മീസാൻ എന്ന് ഉപയോഗിച്ച് പോയതാണ്. മലയാളി പിന്നെ അത് പല രൂപത്തിൽ അത് ഉപയോഗിച്ചു എന്നുള്ളത് വേറെ സംഗതി. അതൊരടയാളമാണ്, ഖബർ ഒരു അടയാളമാണ്. ഖബർ കണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങളിലൂടെ ഇങ്ങനെ ഇറ്റി വീണു എന്നാണ്. അതൊരു പാഠമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, ജനങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് നബിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പം നബി ഞങ്ങളോട് പറയാ, നിങ്ങൾ അവസാനത്തെ തഹിയ്യാത്തെത്തുമ്പോൾ, നിസ്കാരത്തിൽ അവസാനത്തെ തഹിയ്യാത്തെത്തുമ്പോൾ നിങ്ങൾ ദുആ ചെയ്തോ, 4 കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവോട് തേടിക്കോ. ഫല്യതഅവ്വദ് ബില്ലാഹി മിൻ മിൻ അദാബി ജഹന്നം, 1 നരകത്തിൻ്റെ ശിക്ഷ, വമിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പരീക്ഷണങ്ങളിൽ നിന്നും, വമിൻ ശർരിൽ മസീഹിദ് ദജ്ജാൽ, ഖിയാമമാകുമ്പോൾ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ അതിൽ ഖബർ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. ഖബറിൻ്റെ ഒരു ഇടുക്കത്തെക്കുറിച്ച് പറയുന്നു. വലിയ പാടാണത്. എന്ത് നന്മ ചെയ്തവനും ഖബർ ഒരു കൂട്ടിപ്പിടിക്കുന്ന ഹദീസുകളിലൊക്കെ കാണാം. അത് ലമ്മത്തൻ, ഒരു പിടുത്തം പിടിക്കും ഖബർ എന്നാണ്. അയാളുടെ റൂഹ് കുറച്ച് നേരം തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഹദീസിൽ അങ്ങനെ പറയുന്നു. പിന്നെ അത് തിരിച്ചു പോകും എന്ന്. ഈ വിഷയം നബി എന്താ പറഞ്ഞ്, അത് അവസാന വാക്കാണ്. അത് നമ്മളെ ബുദ്ധിക്ക് അധികം സ്ഥാനമില്ലാത്തത് കൊണ്ട് വിധേയനായിട്ട് വിശ്വാസി അത് കാതുകൊണ്ട് കേട്ട് ഹൃദയത്തിൽ അങ്ങനെ അടിയുറപ്പിക്കുന്നു എന്നുള്ളതാണ്. പിൽക്കാലത്ത് കുറേ ആളുകൾ ഖബർ ശിക്ഷയെ നിഷേധിച്ചവരൊക്കെ ഉണ്ട്. മതത്തിൻ്റെ മേലിൽ ബുദ്ധി ചാർത്തിയിട്ട് മതനിയമങ്ങളെ പരിഹസിച്ച കുറേ ആളുകളുണ്ട്. എങ്ങനെയപ്പോൾ അതുണ്ടാകുക? അങ്ങനല്ല. കാരണം ഇത് വരുന്ന ഒരു സ്രോതസ്സുണ്ട്. അത് ഖുർആനാണ്, അത് ഹദീസാണ്. അതിലപ്പുറത്തിൽ വേറെ വർത്താനല്ല. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ആ മനുഷ്യൻ മരിച്ചു. ആ മനുഷ്യനെ പറ്റി പറയുന്നത് വലിയ അത്ഭുതമാണ്. ആരായി മനുഷ്യൻ എന്നറിയോ? ബദറിലെ അൻസാരികളുടെ നേതാവാണ്. ഉഹദ് യുദ്ധത്തിൽ നബിയുടെ ജീവൻ രക്ഷിക്കാൻ മുന്നിൽ നിന്നവനാണ്. ഖന്തഖ് യുദ്ധത്തിലേറ്റ ഒരു മുറിവ്, അത് കാരണമാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തെ മറവ് ചെയ്യുന്ന കഥ പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ. ആ മനുഷ്യനെ മറവ് ചെയ്യാണ് എല്ലാവരും കൂടി. എന്നിട്ട് റസൂലുള്ള പറയാണ്, ആരെയാണ് ഈ മറവ് ചെയ്ത് നിങ്ങൾക്കറിയോ? ഇതാരാണ് നിങ്ങൾക്കറിയോ? അതല്ലതീ തഹറക ലഹുൽ അർശ്, ഈ മനുഷ്യന് വേണ്ടി അല്ലാഹുവിന്റെ അർശ് ഇളകിയിട്ടുണ്ട്. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ,
ആകാശത്തിൻ്റെ വാതിലുകൾ ഇയാൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട്. വശഹിദഹു 70,000 മിനൽ മലായിക, 70,000 മലക്കുകൾ ഈ മയ്യത്ത് മറവ് ചെയ്യാൻ ഇവിടെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ലഖദ് ലമ്മതൻ, ഈ മനുഷ്യനെയും ഖബർ പിടിച്ചു. സുമ്മ ഫുരിജാൻഹു, പിന്നെ വിട്ടു. നസായി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ്. ആയിഷ ബീബി ഇത് പറയാ, അത് കേട്ടിട്ട് ആയിഷ ബീബിയോട് നബി അത്ഭുതത്തോടു കൂടി ആയിഷ ചോദിച്ചു, സഅദ് ഇബ്നു മുആദിനെ ഖബറെടുക്കിയോ നബിയെ? അങ്ങനെ ഞങ്ങളെയും എടുക്കുമോ? അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, ആരെങ്കിലും ഒരു മനുഷ്യനെ ഖബറെടുക്കുകയില്ലായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദിനെ എടുക്കുമായിരുന്നില്ല. സഅദ് ഇബ്നു മുആദ് പോലും ഖബറിന്റെ ആ കൂട്ടിപ്പിരിയലിൽ പെട്ടതാണ്. അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും അനുഭവമാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ദുആ ചെയ്തോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് റബ്ബേ ഞങ്ങളെ നീ കാക്കേണമേ റബ്ബേ. മർറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖബറൈനി, രണ്ട് ഖബറിന്റെ അടുത്തൂടെ റസൂലുള്ളാഹി അങ്ങനെ നടന്നു പോവുകയാണ്. സഹാബത്ത് കൂടെയുണ്ട്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നഹുമാ യുഅദ്ദിബാനി, ഈ രണ്ട് ഖബറിന്റെ അടിയിലുള്ള ആളുകളും ശിക്ഷ കിട്ടുന്നുണ്ട്. അള്ളാഹു അതെന്റെ കണ്ണിലിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അവർക്കുള്ള ശിക്ഷ. സഹാബത്ത് ചോദിച്ചു, എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ അവർ ചെയ്ത രണ്ട് തെറ്റുകൾ, ഒന്ന് ലാ യസ്തതിറു ബിബൗൽ, മൂത്രമൊഴിച്ചപ്പോൾ മറ സ്വീകരിച്ചില്ല. നിറ തുറസായ സ്ഥലത്ത് നാണോ മാനോ ഇല്ലാതെ വിസർജിച്ചു. ലജ്ജ വലിയ സംഭവമാണ്. ഞാനുണ്ടല്ലോ കുറേ മനുഷ്യന്മാർ ഇവിടെ മൂത്രമൊഴിക്കരുത് പറഞ്ഞാൽ അവിടെ തന്നെ മൂത്രമൊഴിക്കും, എന്നിട്ട് അവൻ പള്ളിക്കൽ കണക്ക് കയറും. ദീനുമായിട്ടൊരു ബന്ധമില്ല. കാരണം ലജ്ജ വലിയ പ്രധാനമാണ്. ലാ യസ്തതിറു ബിബൗൽ, അയാളെ മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിച്ചില്ല. മറ്റൊരു അർത്ഥം അതിന് പണ്ഡിതന്മാർ നൽകുന്നത്, മൂത്രമൊഴിച്ചപ്പോൾ അയാൾ പൂർണ്ണമായി മൂത്രമൊഴിച്ചില്ല എന്നാണ്. പെട്ടെന്ന് ഇങ്ങനെ ധൃതി കാരണം അയാൾ എണീറ്റ് പോകുന്നു, പിന്നെ അയാൾക്ക് ഇങ്ങനെ മൂത്രമൊറ്റുന്ന ഒരു പ്രവണതയൊക്കെ വരികയാണെങ്കിൽ ഒരു നല്ല സ്വഭാവത്തെപ്പെട്ടതല്ല. അതാണ് എന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട്. രണ്ടാമത് മറ്റൊന്ന് പറഞ്ഞത്, റസൂലുള്ളാഹി പറയാ, അടുത്ത ഖബർ കിടക്കുന്നവൻ ഹുവ നമ്മാം, അയാൾ ഏഷണിക്കാരനായിരുന്നു, അയാൾക്കും ഇങ്ങനെ ശിക്ഷ വരിക. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക എന്നുള്ളതല്ല വേറെ മാർഗമല്ല. ജീവിതം എന്ന് പറയുന്ന അല്ലാഹ് തന്ന അനുഗ്രഹമാണ്, മരണവും അനുഗ്രഹമാണ്. ഖബറിനെ പറ്റി ഭീകരത മാത്രമല്ല പറയാനുള്ളത്, അവിടെ അടിച്ചു വീശുന്ന സ്വർഗത്തിൻ്റെ സുഗന്ധമുണ്ട്. പ്രഭാതവും പ്രദോഷവും സ്വർഗത്തിൽ നീയിരിക്കുന്ന നിന്റെ ഇരിപ്പിടം, നിന്റെ കൊട്ടാരം, നിന്റെ വീട്, നിന്റെ സൗകര്യങ്ങൾ അല്ലാഹു ഖിയാമം വരെ അയാൾക്ക് ഖബറിൽ കാണിച്ചു കൊടുക്കുന്നു എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വിജയികളായ മനുഷ്യരുടെ കഥ പറയുന്നു. അങ്ങനെയുള്ള വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ് സാനിയൻ ബിതഖ്വല്ലാഹ്. ബഹുമാന്യ സഹോദരീ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വന്നത്, മരണം അത് വളരെ അടുത്താണ്. ആ ബോധ്യം നമുക്കുണ്ടാകണം. അതിനനുസൃതമായിട്ട് നമ്മളിൽ കർമ്മങ്ങളുണ്ടാകണം. അത് മാത്രമാണ് നമ്മളെ വിജയത്തിൻ്റെ നിദാനമായിട്ടുള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. പരലോകത്ത് സ്വർഗം കിട്ടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൻ്റെ ഭീകരമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഖബർ ജീവിതത്തിൻ്റെ സ്വർഗീയമായ ആനന്ദങ്ങൾ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുമ്പേ വിട പറഞ്ഞു പോയ നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവർ, നമ്മളാക്കിയവർ, ഓർമ്മകളിൽ കടലിരമ്പം തരുന്ന കുറേ മനുഷ്യന്മാർ, അള്ളാഹുവരുടെയൊക്കെ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات إنك مجيب الدعوات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار